അടുത്ത ദിവസം ജയകൃഷ്ണൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. അവിടെ നിന്നും മടങ്ങുമ്പോൾ ദേവൂട്ടിയെക്കുറിച്ചുള്ള യാതൊരുവിധ കാര്യങ്ങളും അവൻ ഹരിയോട് പറഞ്ഞിരുന്നില്ല. ഹരിയും അതേക്കുറിച്ച് ജയകൃഷ്ണനോടും യാതൊന്നും തന്നെ ചോദിച്ചതുമില്ല. എന്നാൽ ജയകൃഷ്ണൻ്റെ മനസ്സ് അത് നന്നേ വിഷമിച്ചിട്ടായിരുന്നു എന്ന് ഹരിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം മുതൽ തന്നെ കോളേജിലേക്കും പോയി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇവിടെ മറുവശത്തെ ദേവൂട്ടിയുടെ മുറിവുകളെല്ലാം കരിഞ്ഞു. അവൾ പഴയതുപോലെ നല്ല സ്മാർട്ടായി. അതേ തുടർന്ന് വീണ്ടും നൃത്തം പഠിക്കാനും പോയി തുടങ്ങി. എന്നാൽ മറുവശത്ത് ചെമ്പകശ്ശേരിയിൽ നമ്പ്യാരുടെയും ഭാര്യ ഭഗീരഥിയുടെയും വലിയൊരാഗ്രഹമായിരുന്നു തങ്ങളുടെ 3 മക്കളുടെയും വിവാഹം ഒരു ദിവസം ഒരു പന്തലിൽ വെച്ച് ഒരു മുഹൂർത്തത്തിൽ നടന്നു കാണുക എന്നത്. അതിൻ്റെ ഭാഗമായി വിവാഹത്തിൻ്റെ ആദ്യപടിയായിട്ടുള്ള വിവാഹാലോചനകൾ തുടങ്ങുന്നു അവർ ഇരുവരും കൂടി. എന്നാൽ ഇതറിയുന്ന ജയകൃഷ്ണൻ തനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. എന്നാൽ നമ്പ്യാരും ഭഗീരഥിയും അതിന് അവനെ അനുവദിച്ചില്ല. എന്ന് മാത്രമല്ല ജയകൃഷ്ണനെയും കൂട്ടി പെണ്ണ് കാണാൻ പോവുകയും ചെയ്തു. ചെമ്പകശ്ശേരിക്കാരെ പോലെ തന്നെ നല്ല തറവാടിത്തവും സമ്പത്തുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ തന്നെയായിരുന്നു ജയകൃഷ്ണന് വേണ്ടി ആലോചിച്ചത്. മാത്രമല്ല ആ പെൺകുട്ടിയാകട്ടെ ഒരു ഡോക്ടർ കൂടിയായിരുന്നു. കാണാനും സുന്ദരി. ജയകൃഷ്ണന് നന്നായി ചേരുകയും ചെയ്യും. അതോടെ ഭഗീരഥിക്കും നമ്പ്യാർക്കും ഈ ബന്ധം അത് എത്രയും വേഗം നടന്നു കിട്ടിയാൽ മതിയെന്നായി. അതിൻ്റെ ഭാഗമായി ജയകൃഷ്ണൻ്റെ അഭിപ്രായങ്ങൾ കാത്തു നിൽക്കാതെ അവർ ഈ ബന്ധം ഉറപ്പിക്കുന്നു. ജയകൃഷ്ണനും ഇക്കാര്യം അറിഞ്ഞിരുന്നു. പക്ഷേ അവൻ നിശബ്ദനായി നിൽക്കുകയാണിവിടെ. അങ്ങനെയിരിക്കെയാണ് ജയകൃഷ്ണന് ബെന്നിയുടെ ഒരു കോൾ വന്നത്. അവർ തമ്മിൽ പലതും സംസാരിച്ചു. സുഖവിവരങ്ങളെക്കുറിച്ച് പരസ്പരം ചോദിച്ചറിഞ്ഞു. ഇടയ്ക്ക് അവർ ഹരിയെക്കുറിച്ചും അതുവഴി കൃഷ്ണപുരത്തെക്കുറിച്ചും സംസാരിച്ചു. അന്നത്തെ ആ വഴക്കിനെയും അടിയെയും അതേ തുടർന്ന് പിന്നീടുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും എല്ലാം അവർ തമ്മിൽ സംസാരിച്ചു. ഒടുവിൽ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് ഇരുവരും കോൾ കട്ട് ചെയ്തു. തുടർന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് അന്ന് ജയകൃഷ്ണൻ നേരത്തെ തന്നെ മുറിയിലെത്തി ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഉറങ്ങിക്കിടന്ന ജയകൃഷ്ണന് ആരോ വന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ കണ്ടു തൻ്റെ കൺമുന്നിൽ തൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു. കണ്ണു തുറന്ന ജയകൃഷ്ണനോട് അവർ എന്തുപറ്റി, എന്തിനാണ് നീ ബഹളം വെച്ചത് എന്ന് ചോദിക്കുന്നു. അവരുടെ ആ ചോദ്യം കേട്ട ജയകൃഷ്ണന് പക്ഷേ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരോട് ഞാൻ ബഹളം വെച്ചെന്നോ, അമ്മ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അമ്മയോടും സഹോദരിയോടും തർക്കിക്കുന്നു. എന്നാൽ ഉറക്കത്തിൽ കിടന്ന ജയകൃഷ്ണൻ്റെ ഉച്ചത്തിലുള്ള വാ കേട്ടിട്ടാണ് അവർ ഇരുവരും അവൻ്റെ മുറിയിൽ ചെന്നതും അവനെ തട്ടി വിളിച്ചതും. പക്ഷേ ജയകൃഷ്ണന് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. തുടർന്ന് അമ്മയും സഹോദരിയും മുറിയിൽ നിന്നും പോയി. അതോടെ ജയകൃഷ്ണൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിലെത്തി. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. താൻ ഉറക്കത്തിൽ വല്ലതും പറഞ്ഞുവോ എന്ന് ഓർത്തു നോക്കി. ഒടുവിൽ അമ്മയും സഹോദരിയും പറഞ്ഞത് സത്യമാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അതിനെക്കുറിച്ച് മാത്രം ഓർത്തു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിലേക്ക് വീണ്ടും കൃഷ്ണപുരവും ഗ്രാമവും അവിടെ നടന്ന സംഭവങ്ങളും ഒന്നൊന്നായി ഓർമ്മ വന്നു. അതോടെ അവൻ്റെ മനസ്സ് വീണ്ടും പഴയതുപോലെ അസ്വസ്ഥമായി തീർന്നു. ആ രാത്രി പിന്നീട് അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ച അവൻ ആരോടും ഒന്നും പറയാതെ ചെമ്പകശ്ശേരിയിൽ നിന്നും ഇറങ്ങി നേരെ കൃഷ്ണപുരത്തേക്ക് തിരിച്ചു. ആ രാത്രി മുഴുവൻ ഉറങ്ങാതെയിരുന്ന ജയകൃഷ്ണൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണ് കൃഷ്ണപുരത്തേക്ക് പുറപ്പെട്ടത്. അതും അത്ര ദൂരം ബൈക്കിലാണ് യാത്ര. വൈകുന്നേരത്തോടെ അവൻ കൃഷ്ണപുരത്തെത്തി. ഇക്കുറി ജയകൃഷ്ണൻ നേരെ ഹരിയെ കാണാനായിരുന്നില്ല പോയത്. മറിച്ച് ക്ഷേത്രക്കുളത്തിലെ ആ ആൽമരച്ചുവട്ടിലെത്തി ബൈക്ക് അവിടെ നിർത്തിയിട്ട ശേഷം കുളത്തിലിറങ്ങി കുളിച്ചു. ഡ്രസ്സു മാറി മുഷിഞ്ഞതു മാറി പകരം അവൻ കൈവശം കരുതിയിരുന്ന മറ്റൊന്ന് ധരിച്ചു. തുടർന്ന് അവൻ അവിടെ നിന്നും നേരെ പോയത് ക്ഷേത്രത്തിലേക്കായിരുന്നു. ഈ സമയം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. മാത്രമല്ല പതിവിലും തിരക്കും വളരെ കുറവായിരുന്നു. ക്ഷേത്രത്തിൽ കയറി ശ്രീകോവിലിൽ ഭഗവാനു മുന്നിൽ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് തൻ്റെ ചെറുപ്പത്തിൽ മുത്തശ്ശി തന്നെ പഠിപ്പിച്ച കൃഷ്ണസ്തുതികൾ ചൊല്ലി കുറേ നേരം അവൻ അങ്ങനെ നിന്നു. ഭഗവാനു മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഭഗവാനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടാനുണ്ടായിരുന്നത്. ആ ഒരു കാര്യം മാത്രമാണ് അവൻ ആവശ്യപ്പെട്ടതും. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ നിന്നും കൃഷ്ണസ്തുതികൾ ഉതിർന്നുകൊണ്ടേയിരുന്നു.
സ്വയം മറന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഭഗവാനു മുന്നിൽ തൊഴുതു നിൽക്കുന്ന ജയകൃഷ്ണനെ അവിടെ തൊഴാനെത്തിയ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതിരുന്നില്ല. ഒടുവിൽ പ്രാർത്ഥന കഴിഞ്ഞ് നിന്ന് അവന് തിരുമേനി പ്രസാദം നൽകി. ജയകൃഷ്ണൻ അത് വാങ്ങി. ഈ സമയം തിരുമേനി ജയകൃഷ്ണനോട്, കുറേ നേരം ഭഗവാനു മുന്നിൽ തൊഴുതു നിൽക്കുന്നത് കണ്ടല്ലോ, മനസ്സിൽ അത്ര കണ്ട് വിഷമമുണ്ട് അല്ലേ? മനസ്സിലായി, തിരുമേനി ജയകൃഷ്ണന് പ്രസാദം നൽകിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് തുടർന്നു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ വാഴയിലയിൽ തന്ന പ്രസാദം താൻ തുറന്നു നോക്കാത്ത നിലയ്ക്ക് കണ്ണുകളടച്ച് അല്പനേരം കൂടി ഭഗവാനെ തൊഴുത ശേഷം കണ്ണു തുറന്ന് ഞാൻ വാഴയിലയിൽ തന്ന ആ പ്രസാദത്തിലെ പൂവുണ്ടെങ്കിൽ അതിൻ്റെ നിറം എന്താണെന്ന് നോക്കൂ, ശേഷം ബാക്കി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി വീണ്ടും നിർത്തി. അത് കേട്ടുനിന്ന ജയകൃഷ്ണൻ വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാനു മുന്നിൽ കണ്ണുകളടച്ചു നിന്ന് തൊഴുതു. ശേഷം കണ്ണു തുറന്ന് തൻ്റെ കയ്യിലിരുന്ന ആ വാഴയില തുറന്നു നോക്കി. അപ്പോൾ കണ്ടു, ആ വാഴയിലയിലെ പ്രസാദത്തിൽ ഒരേയൊരു വെള്ളപ്പൂവും ഒരു തുളസിക്കതിരും. ജയകൃഷ്ണൻ തനിക്ക് മുന്നിൽ നിന്ന തിരുമേനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം തിരുമേനി, ഇനി താൻ ഒന്നും പേടിക്കേണ്ട. താൻ ഭഗവാനോട് ആവശ്യപ്പെട്ട കാര്യം അത് എന്തു തന്നെയായാലും ഭഗവാൻ കേട്ടിരിക്കുന്നു. അതിനുള്ള ഫലവും തന്നു കഴിഞ്ഞു. അതാണ് ഈ തുളസിക്കതിരും വെള്ളപ്പൂവും കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. തൻ്റെ മനസ്സിലെ ആ ഒരു കാര്യം അത് ഒരു തടസ്സവുമില്ലാതെ നടന്നിരിക്കും. അതോടെ ജയകൃഷ്ണൻ ആ പ്രസാദവും വാങ്ങി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു.